ഇന്ന് നമ്മൾ നല്ലൊരു ബീഫ് മുളകിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. മല്ലിയൊന്നും ചേർക്കാതെ ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1.5 സവാളയുണ്ട്, കാരണം കുറച്ച് മാത്രം ബീഫേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാള ചേർക്കുമ്പോൾ കറി ഇങ്ങനെ ഒരുപാട് വെള്ളം പോലെ ഇങ്ങനെ ഒരു മധുരിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏകദേശം 1.5 സവാള ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ഒരുപാട് അങ്ങ് വയലേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്നൊരു ട്രാൻസ്പാരൻ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയുടെ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴലുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 കിലോയാണ്, ഒരു 650 അത്രയൊക്കെ ഇറച്ചിയുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മീറ്റ് മസാലയോ ഗരം മസാല അതുപോലെ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് കളർ ഇട്ട് അതിനാണ് നമ്മൾ ചേർത്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കുക്കറൊന്ന് അടച്ച് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഏകദേശം ഒരു 1-2 ടീസ്പൂൺ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുകയാണ്. ഇനി നമ്മൾ ബീഫിൻ്റെ ആ ഒരു വേവിനനുസരിച്ച് നമ്മൾ എത്ര വിസിലാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫിനനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച ബീഫാണെങ്കിൽ കുറച്ചുകൂടെ വേവ് കൂടും. പിന്നെ ആ ഒരു പാത്രത്തിനനുസരിച്ചൊക്കെ വിസിലിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ വിസിലിൻ്റെ കണക്ക് പറയുന്നില്ല. നമ്മൾ ആ ഒരു ബീഫ് ഒരു 4-5 അങ്ങനെയൊക്കെ ഒരു പാകത്തിന് നമ്മൾ വിസിലൊക്കെ അടുപ്പിച്ചിട്ട് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മൾ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിയുടെയും സാധാ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നെയ്ച്ചോറ്, പൊറാട്ട എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പുട്ടിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പണ്ടൊക്കെ കല്യാണ വീട്ടിലൊരു മെയിൻ ആയിട്ടായിരുന്നു നെയ്ച്ചോറും മുളകിട്ടതും ഈ വാഴൻ്റെ ഇലയിൽ കഴിക്കുക എന്നുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വാഴയിലയിൽ നെയ്ച്ചോറും ബീഫൊക്കെ കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.